നടന്നങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കടയിൽ നിന്ന് ഒരാൾ ഒരു പ്ലാസ്റ്റിക്കിൽ എന്തോ ചുരുട്ടിയിട്ട് ആ സ്ലാബിന്റെ ഇടയിൽ കൂടെ അങ്ങ് ഓടയിലിടുകയാണ്, ഓടയിൽ തള്ളിയിടുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, ഇത് എന്താണ് കാര്യം? കടയിലുള്ള മാലിന്യം ഒരു ശാല ഞാൻ ഭക്ഷണം കഴിച്ച മാലിന്യം ഒക്കെ കൂടെ ഒന്ന് കെട്ടി അതിനകത്ത് ഇട്ടതേ ഉള്ളൂ. ഇവിടെ വെള്ളം കെട്ടുമ്പോഴത്തേക്കും നിങ്ങൾ പരാതി പറയില്ല. ഈ പ്ലാസ്റ്റിക്കുള്ള സാധനം ഇവിടെ കിടന്ന് അടഞ്ഞ് വെള്ളം പോകുമ്പോഴത്തേക്കും നിങ്ങൾ രാഷ്ട്രീയക്കാരെയും പിന്നെ കോർപ്പറേഷനേക്കെല്ലാം നിങ്ങൾ ചീത്ത വിളിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ ഇത്? ഈ പ്രവൃത്തി കൂടെ അല്ലേ നിങ്ങൾക്ക് ഈ വെള്ളക്കെട്ടും പിന്നെ ബാക്കിയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്? നിങ്ങൾ ആദ്യം ഇത് പഠിക്കുന്നതാണ്. ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ കോട്ടയ്ക്കോ, പഠിച്ചത് ഫോർട്ട് ഹൈസ്കൂൾ. അത് കഴിഞ്ഞ് 23-ാമത്തെ വയസ്സിൽ ഞാൻ സ്വീഡനിൽ പോയി എൻ്റെ വിദ്യാഭ്യാസം അവിടെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ എക്കണോമിക്സ് പഠിച്ചു, കമ്പനി എക്കണോമിക്സിൽ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു സൂപ്പർവൈഷൻ കമ്പനിയിലെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് 15 കൊല്ലം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തി മാനേജറായിട്ട്. ഈ കോർപ്പറേഷൻ കമ്പനിയുടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് എനിക്ക് എന്നെ മാനേജറായിട്ട് നിയോഗിച്ച് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒഫ്താൽമിക് അസിസ്റ്റൻ്റായിട്ട് 2.5 കൊല്ലം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അവിടെ ഒഫ്താൽമിക് അസിസ്റ്റൻ്റായിട്ട് 10 വർഷം ജോലി ചെയ്തിട്ടാണ് പെൻഷനായത്. കല്യാണം കഴിച്ചിരിക്കുന്നത് പാപ്പനക്കോട് എന്നുള്ള ഒരു കുട്ടിയാണ്, സ്ത്രീയാണ്, മായ എന്നാണ് പേര്. എനിക്ക് 2 പിള്ളേരുണ്ട്, സന്ധ്യ, സന്തോഷ്. അവർക്ക് 2 പേർക്കും 2 പിള്ളേർ വീതമുണ്ട്. എനിക്ക് 4 ചെറുമക്കളുണ്ട്. നമ്മളെല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവിടെ സെപ്പറേറ്റ് ആണ്, എല്ലാം അടുത്തടുത്താണ് താമസിക്കുന്നത്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ പരിസ്ഥിതി സംരക്ഷണം, അതുവഴി നമുക്ക് എങ്ങനെ നമ്മളെ ചുറ്റുപാടുകൾ വൃത്തിയാക്കി സൂക്ഷിക്കാം, അതെങ്ങനെയാണ് അവിടെയൊക്കെ നടപ്പാക്കുന്നത്. ഞാൻ 50 കൊല്ലം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ 50 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അതായത് ഈ മലിനീകരണം എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് ഉത്തരവാദിത്വമാണ്. ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. രാഷ്ട്രീയക്കാരും പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, രാഷ്ട്രീയക്കാരും അവര് പിന്നെ നിയമനിർമ്മാണം നടത്തുന്നതായ പാർലമെന്റിലും അസംബ്ലിയിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഇതിന്റെ ഉത്തരവാദിത്വം പ്രവർത്തികൾ അതിനേക്കാളേറെ അവര് നിയമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അത് പാലിക്കേണ്ടതും അതിനെ പിന്നെ ബഹുമാനിക്കേണ്ടതും ആ നിയമത്തിന് ബഹുമാനിക്കേണ്ടതും ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. ഒരു നമുക്കുണ്ടല്ലോ അവിടെ 18 വയസ്സിന് താഴെയുള്ള ഞാനൊരു എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് അവിടെയുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ചിന്ത എന്നുള്ളത്. അതായത് 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് സൈക്കിളിൽ ഹെൽമെറ്റ് വെച്ചേ കൊണ്ടുപോകും, സൈക്കിളിൽ ഹെൽമെറ്റ് വെച്ചേ ഓടിക്കാവും. 18 വയസ്സിന് താഴെ കൊച്ചു പിള്ളേരെ അച്ഛനമ്മമാർ പോകുമ്പോഴത്തേക്കും സൈക്കിളിന്റെ പുറകെ സീറ്റ് ഉണ്ടെങ്കിൽ അതിലിരുത്തി സീറ്റ് വെച്ച് വേണം ഇരുത്താൻ, അല്ലാതെ കരിയറിലൊന്നും ഇരുത്തി കൊണ്ടുപോകാൻ പാടില്ല. സീറ്റ് വെച്ചിരുത്തി ഹെൽമെറ്റ് വെച്ച് വേണം സൈക്കിളിൽ കൊണ്ടുപോകാൻ. 18 വയസ്സ് വരെയുള്ളവർക്ക് മതി. അപ്പോൾ പലരും 4 പേര് അച്ഛനും അമ്മയും 2 പിള്ളേരുമായിട്ട് ഇങ്ങനെ വെളിയിലൊക്കെ ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും അവര് 4 പേരും ഹെൽമെറ്റ് വെക്കും. അതിന് കാരണം പിള്ളേര് ചോദ്യം ചെയ്യരുത്. നമ്മൾ കാണിക്കുന്ന പ്രവൃത്തിയാണ് അവർ പഠിക്കുന്നത്, നമ്മൾ പറയുന്നതല്ല. നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നും പിള്ളേർ ഒരുപാട് പഠിക്കുന്നു. അങ്ങനെ അച്ഛനും അമ്മയും ഹെൽമെറ്റ് വയ്ക്കാതിരുന്നാൽ അവിടെയുള്ള പിള്ളേർ ചോദിക്കും, 10-12 വയസ്സായ പിള്ളേർ ചോദിക്കും, അച്ഛനമ്മ എന്തുകൊണ്ട് ഹെൽമെറ്റ് വയ്ക്കുന്നില്ല? അച്ഛൻ്റെ അമ്മയുടെ തലയ്ക്ക് വിലയും എൻ്റെ തലയ്ക്ക് മാത്രം വിലയുള്ളൂ ചോദിക്കും. അതുകൊണ്ട് ആ ചോദ്യം ഉന്നയിക്കുകയും അവിടെ ഉള്ളവർ ക്വയറ്റ് നാച്ചുറൽ അവർ 4 പേര് വെച്ച് സൈക്കിൾ വിട്ടപ്പോഴത്തേക്കും അച്ഛനും അമ്മയും ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പൊ ആ രീതിയാണ് അവിടെ ഉള്ളത്. നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഈ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. ഇവിടെയും അവിടെ ഈ പ്രകൃതി മലിനീകരണത്തിനെ പറ്റിയും പിന്നെ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയും നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ഡിസിപ്ലിൻ ഇല്ല. ഇവിടെ 2 കാര്യത്തിലും നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിപ്ലിൻ വേണം. ആ ഡിസിപ്ലിനിൽ കൂടെ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും നേടാൻ സാധിക്കൂ. നമ്മളൊന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവണത ഇവിടെ വളരെ സാധാരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് എങ്ങനെയാണ് അവിടെ ഇത് സാധ്യമാകുന്നത് എന്ന് ഞാൻ പറയാം. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അതായത് പിന്നെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പിന്നെ നമ്മളോട് പറഞ്ഞാൽ പോരാ, നിങ്ങൾ നിയമം ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാലിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ
പ്രകൃതി മലിനീകരണത്തിന് നമുക്ക് ചവറിടാനുള്ള സംവിധാനം വേണം, ചവർ കളക്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള സംവിധാനം വേണം, കളക്ട് ചെയ്തുകൊണ്ട് പോയി അതിനെ റീസൈക്ലിംഗ് ചെയ്യണം. റീസൈക്ലിംഗ് ചെയ്താൽ അതിനെ തിരിച്ച് നമുക്ക് തന്നെ അത് പല പ്രോഡക്റ്റുകളായി എത്തിക്കണം. ഇതൊക്കെ അവിടെ വലിയ ഇൻഡസ്ട്രിയാണ്, അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ കൂടി അവരൊരുപാട് പിന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അത് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ചവർ അവിടെ ഇടുന്നത് ഇവിടെ ഇടുന്നത് പറഞ്ഞാൽ എവിടെ ഇടും എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും. ചവർ എവിടെ ഇടും? അപ്പൊ അത് ചെയ്യേണ്ടത് ജനങ്ങളല്ല, അത് ചെയ്യേണ്ടത് നിയമനിർമ്മാണ സഭകൾ, നമ്മളെ പ്രതിനിധികളുമാണ് അത് ചെയ്യേണ്ടത്. അതാണ് അവിടെ ചെയ്യുന്നത്. ബേസിക്കായിട്ട് ഒരു മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അതിനെ റീസൈക്ലിംഗ് നടത്തി തിരിച്ചതുപോലെ ആ ഒരു ചിന്ത ഇവിടെ ഇല്ല. ഒരു എക്സാമ്പിൾ ഇതൊന്ന് പറയാം. യൂറോപ്പിൽ ഒരിടത്തും കൊക്കക്കോളയ്ക്കോ പെപ്സിക്കോളയ്ക്കോ അവരുടെ ബോട്ടിൽ ആരും എറിഞ്ഞു കളയില്ല. കാരണം എന്താ പറയാം, അവർക്ക് അവിടെ പെപ്സിക്കോളയും കൊക്കക്കോളയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എംറ്റി ബോട്ടിൽസ് ഇപ്പം നമ്മൾ കടയിൽ ഒരു കൊക്കക്കോള 1 ലിറ്ററിന്റെ കൊക്കക്കോള വാങ്ങുമ്പോൾ അതിന് 20 രൂപയോ 30 രൂപയായിരിക്കും. അതിന്റെ കൂടെ അവര് ആ ലേബലിൽ കൊക്കക്കോളയുടെ ലേബലിൽ അവിടെ അടിച്ചു വെച്ചിരിക്കും 5 രൂപ എക്സ്ട്രാ അടിച്ചു വെച്ചിരിക്കും. അതായത് നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞ് നമ്മൾ ഏത് കടയിൽ കൊണ്ട് കൊടുത്തിരുന്നാലും ആ 5 രൂപ തിരിച്ചു കിട്ടും. ആരും എറിഞ്ഞ് കളയില്ല. 5 രൂപയാണ്. അഥവാ എറിഞ്ഞ് കളഞ്ഞിരുന്നാലും ആവശ്യക്കാർ വന്ന് അത് കളക്ട് ചെയ്ത് കൊടുക്കും. ഇത് കൊക്കക്കോളയും പെപ്സിക്കോളയും അവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നില്ല? അവിടുത്തെ ഗവൺമെന്റുകൾ കൊക്കക്കോള എടുത്ത് പെപ്സിക്കോള എടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബോട്ടിലുകൾക്ക് 5 രൂപ വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യണം. എംറ്റി ബോട്ടിൽസ് 5 രൂപ ചാർജ് ചെയ്യണം. പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്, ജനങ്ങൾക്കല്ല. അപ്പൊ ജനങ്ങൾ ബോധവാന്മാരായി ഇത് കളഞ്ഞു ആവശ്യക്കാര് തന്നെ പറക്കിയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് കാശാക്കി ഏത് കടയിൽ കൊണ്ട് കൊടുത്തിരുന്നാലും ആ കടക്കാർ എടുക്കണമെന്നാണ് നിയമം. ഏത് കിടക്കുന്നത് ഇത് ഇവിടെ എന്തുകൊണ്ട് നടപ്പാകുന്നില്ല? അപ്പൊ നമുക്ക് ഇച്ഛാശക്തി ഇല്ല, നമുക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഡിസിപ്ലിനും ഇച്ഛാശക്തിയും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാന്നുള്ളൂ. പക്ഷെ നമ്മളുടെ ചിന്താഗതിയിലും നമ്മുടെ പ്രവൃത്തിയിലും മാറ്റങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഈ ഭൂമി നമ്മൾ കടന്നിരിക്കുന്നതാണ്, ഈ ജനറേഷൻ കൊടുത്തിട്ട് പോകേണ്ടതാണ്. അപ്പൊ അവർക്ക് മാലിന്യം എന്ന് പറഞ്ഞാൽ ഭൂമി കൊടുത്തിട്ട് പോയാൽ മതിയോ? അവർക്ക് ശുദ്ധജലവും ശുദ്ധവായുവും അല്ലേ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മളെപ്പോലെ അവരും ജീവിക്കേണ്ടല്ലേ ഇവിടെ. അപ്പം ഇതിനെയൊക്കെ നശിപ്പിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇവരെയും പഠിപ്പിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞ് കളയാതിരിക്കുക. മുട്ടായിയും അത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പറൊക്കെ പോക്കറ്റിൽ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് റെഡ് ബോക്സിൽ ഇവിടെയൊന്നും പേപ്പർ ഇടാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതിനിടുക, റോഡിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളയാതിരിക്കുക. അങ്ങനെയൊക്കെ വേണം. അതായത് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് പോയി അവിടെ ആ പ്ലാസ്റ്റിക് അവിടെ കിടക്കുന്നത് എവിടെ പോകും? അത് മഴ വരുമ്പോൾ ഒലിച്ച് നദികളിലൊക്കെ പോകും. മനസ്സിലായില്ലേ? അത് ശുദ്ധജലം അതിൻ്റെയും അതൊക്കെ ഒരുപാട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത്, എനിക്കൊരു പറഞ്ഞിട്ട് ഞാൻ പറയാം, അവിടുത്തെ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആ സംവിധാനം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് പരിസ്ഥിതി സംരക്ഷണം, എങ്ങനെയാണ് നമ്മൾ പിന്നെ റോഡിൽ ഡ്രൈവിംഗ് അതിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻറ്റിൽ. അതിനെ പിന്നെ അസംബ്ലികളൊന്നും ചോദ്യം ചെയ്യില്ല. നിയമങ്ങൾ എങ്ങനത്തെ പോലെ ഇരിക്കും. അത് കഴിഞ്ഞ് അസംബ്ലിയിൽ വന്നതിന് ശേഷം അതിനെ മുനിസിപ്പാലിറ്റിയിൽ പോകും. മുനിസിപ്പാലിറ്റി ആ നിയമങ്ങൾക്ക് എന്താണ് ജനങ്ങൾ പാലിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള എന്താണ് കാര്യങ്ങളെന്ന് അവർ ചെയ്തിരിക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് നടപടികളുണ്ടാവും. ഇപ്പം ഞാൻ താമസിക്കുന്നുണ്ട്. ഞാൻ 50 കൊല്ലമായിട്ട് അവിടെ സ്വീഡനിലെ സ്റ്റാഫാൻസ്തോർപ്പ് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ താമസിച്ചിരുന്ന ആളാണ്. അവിടെ വീട്ടിൽ നമുക്ക് ചൂസ് ചെയ്യാം എത്ര ഡബ്ബ വേണമെന്ന്. നമുക്ക് പിന്നെ അടുക്കള മാലിന്യം എറിയാൻ ഒരാള്, പിന്നെ ബാക്കിയുള്ള വേസ്റ്റുകൾ ഇടാൻ. ബാക്കിയുള്ള വേസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മളെ ഈ ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ, പാലിൻ്റെ കവറ്, മറ്റൊരു മറിച്ചതൊക്കെ ഇടുന്നതിന് വേറൊരു ആളാണ്. രണ്ടായിട്ട് അടുക്കളയിൽ രണ്ടായിട്ട് പിന്നെ മാറ്റി അത് രണ്ടായിട്ട് തന്നെ നമ്മൾ ആ ഡബ്ബയിൽ കൊണ്ടിടണം. ആഴ്ചയിൽ ഒരിക്കൽ അവർ വന്ന് അത് എടുത്തുകൊണ്ട് പോകും. അവരുടെ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. നമ്മൾ പറയും കുടുംബശ്രീ വന്ന് എടുത്തുകൊണ്ട് പോകും. അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ ഇൻസ്ട്രുമെന്റ്സ് കണ്ടാൽ ഇപ്പോഴും
ഈ ക്യൂബയിലൊക്കെ മലിനീകരണം നടത്തുന്ന പോലെ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ചെറിയ വണ്ടിയും അവർക്ക് സ്വന്തമായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യുന്നതിലേക്കായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊടുക്കില്ല. എന്നിട്ട് അവരെടുക്കാത്തതിന് നമ്മൾ കുറ്റം പറയും. അവർ കഷ്ടപ്പെട്ട് ഈയൊക്കെ കുടുംബശ്രീയിലുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് ഈ മാലിന്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അവർക്ക് നല്ല ഡ്രസ്സ്, നല്ല ഷൂസ്, നല്ല ഇൻസ്ട്രുമെന്റ്സ് ഇതൊക്കെ കൊടുത്ത് അവർക്ക് പ്രചോദനം നൽകുമ്പോൾ അവർ നല്ലവണ്ണം ജോലി ചെയ്യും. ഇതങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ ബേസിക് ആയിട്ടുണ്ട്. ഈ വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോവുക. പിന്നെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഇതൊക്കെ നിയമമാണ്. ഞാൻ പറയുന്നതൊക്കെ ചുമ്മാ ആളുകൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ല, നിയമമാണ്. നിയമം പാലിക്കണം എന്നുള്ളതാണ്. എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഒരു 2-2.5 ഏക്കർ സ്ഥലത്ത് അവര് ഈ ഗാർബേജ് കൊണ്ട് കളയുന്നതിലേക്കായിട്ട്, പൊതുജനങ്ങൾക്ക് കൊണ്ട് കളയുന്നതിലേക്കായിട്ട്, അതായത് ഇലക്ട്രോണിക്സ്, ഗ്ലാസ്, പിന്നെ ഈ വലിയ വലിയ പ്ലാസ്റ്റിക് ബോക്സുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ പേപ്പർ, ന്യൂസ് പേപ്പറുകൾ, അത് ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ അവർ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. എല്ലാ മുനിസിപ്പാലിറ്റിയിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. കണ്ടെയ്നർ നിറയുമ്പോഴത്തേക്കും അവരെടുത്തുകൊണ്ട് പോകും, റീസൈക്ലിങ്ങിന് എടുത്തുകൊണ്ട് പോകും. നമ്മളവിടെ ആഴ്ചയിലൊരിക്കൽ, പിന്നെ അവിടെ വലിയവൻ ചെറിയവനൊന്നുമില്ല. ശനിയും ഞായറും നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റേഷനുകളിൽ പിന്നെ വർക്കേഴ്സിന് മുതൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വരെ അവിടെ ആരുടെ ഒരു വീട്ടിൽ ചെന്ന് ഈ സാധനം എടുത്തുകൊണ്ട് കളയണമെന്നൊക്കെ പറഞ്ഞാൽ ജോലിക്കാരൊന്നും ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അവരെ വളരെ കൃത്യമായിട്ട് വലിയവനെന്നില്ല ചെറിയവനെന്നില്ല അവരിതില്ലാതെ ആ കവറിനെ അവിടെ കൊണ്ടുവന്ന് ആ കണ്ടെയ്നേഴ്സിൽ ഇട്ട് അവരെ വീട് വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവര് ഈ മുനിസിപ്പാലിറ്റികൾ, എല്ലാ മുനിസിപ്പാലിറ്റിയും അങ്ങനെ വേണമെന്നുള്ളത് നിയമമാണ്. വലിയ ചെറിയ മുനിസിപ്പാലിറ്റി, എല്ലാ മുനിസിപ്പാലിറ്റി. ഞാൻ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ വേസ്റ്റുകൾ എടുത്ത് വേറൊരു മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടിടാൻ പാടില്ല. എനിക്കൊരു ID കാർഡ് തന്നിട്ടുണ്ട്. ആ ID കാർഡ് വെച്ച് ആ ഏരിയയിൽ കയറാൻ പറ്റും. ഞാൻ താമസിക്കുന്ന വേറൊരു മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്ന ID കാർഡ് വർക്ക് ചെയ്യില്ല, എനിക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. ഇതിലേക്ക് വേണ്ടി മാത്രം ID കാർഡ് ഉണ്ട് അവർക്ക്. എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ആ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നവർക്കൊക്കെ പിന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ വീടിനും ഓരോ ID കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അകത്ത് കയറാം, കളയേണ്ടതൊക്കെ കളയാം. TV, വാക്വം ക്ലീനർ, പിന്നെ വാഷിംഗ് മെഷീൻ, എന്തെന്ന് വെച്ചാൽ അത് എല്ലാം അവിടെ കൊണ്ട് വയ്ക്കാം, കളയാം. പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് എല്ലാം അവിടെ കൊണ്ട് സോർട്ട് ചെയ്ത് കളയുന്നതിലേക്കുള്ള സംവിധാനമുണ്ട്. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇത് എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിരിക്കുന്നത് നിയമമാണ്. കേന്ദ്രത്തിൻ്റെ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിൽ കൂടി അവരെ പിന്നെ ശ്രദ്ധിക്കപ്പെടും. ഇതില്ലാത്ത മുനിസിപ്പാലിറ്റികളൊന്നും വച്ച് ഉറപ്പിക്കുന്നില്ല, ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കളയുന്നു, അവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. നമുക്ക് ഈ ഡബയിൽ ഇടാൻ വയ്യാത്ത പേപ്പറും പ്ലാസ്റ്റിക്കും കുപ്പിയും TVയും വാഷിംഗ് മെഷീനും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ട് കളയണം. അതിന് കളയാനുള്ള സംവിധാനമുണ്ട്, അവിടെ കൊണ്ട് കളയണം. ആർക്കും ഒരു പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ആലോചിക്കണം, 10 മില്യൺ ആളുകളാണ് സ്വീഡനിലുള്ളത്. നമുക്കിവിടെ എത്ര 2.5 കോടി, 3 കോടി, 4 കോടി ജനങ്ങളൊക്കെ ഉള്ളതല്ലേ? അതോ ബില്യണോ? ബില്യണോ? ആൾക്ക് 4 കോടി ഉള്ളതാണ്. അപ്പോൾ അതിന് ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ടോക്കിയോയിൽ ഞാൻ പോയി, എന്തൊരു ക്ലിയർ എന്ന് പറയാം, എന്തൊരു തിരക്കവിടെ. പിന്നെ ഈ ഇതുണ്ടല്ലോ മെട്രോയിലൊക്കെ എന്തൊരു തിരക്കാണ്. അവിടെ ഒന്നും ഒരു ചവറും കാണുന്നില്ല. ആളുകൾ എന്ത് ചെയ്യുന്ന അവിടെ ചവറ്. ഇവിടെ നമ്മൾ KSRTCയുടെ സ്റ്റാൻഡിൽ പോയാൽ ടിക്കറ്റിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, അവിടെ മുഴുവൻ അതല്ലേ, അവിടെ മുഴുവൻ. അപ്പോൾ ഇലക്ട്രോണിക് ടിക്കറ്റ് ആക്കാം, ചവർ അവിടെയൊക്കെ വയ്ക്കാനായിട്ട് ഡബ്ബുകൾ വയ്ക്കണം. ഡബ്ബ വയ്ക്കാൻ പോരാ, അത് കൃത്യമായിട്ട് കളക്ട് ചെയ്യണം. ഇതിനൊക്കെ ആണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യും ഇതൊന്നും നടന്നില്ലെങ്കിൽ. ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഈ ലൈറ്റ് പോസ്റ്റുകളിലൊക്കെ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഡബ്ബാസാണ്. നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഒരു ഹാംബർഗറോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിച്ച് വരുന്ന വഴിയിൽ കഴിച്ചോണ്ട് വന്നു. എന്നിട്ട് അതിൻ്റെ പേപ്പർ വരുന്ന വഴിയിലും ഇതുണ്ട്, ബീൻസ് ഉണ്ട്, ബിന്നിലിട്ടാൽ മതി. അതിലിട്ട് കഴിഞ്ഞിരുന്നാൽ അവർ ഒന്നെടുത്ത് പോകും, അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സാർ പറഞ്ഞു അതെങ്കിൽ വരും, എല്ലാം വരാനുള്ള സമയമുണ്ടെന്നൊക്കെ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇതുവഴി നടന്നു പോകുമ്പോഴത്തേക്കും ഒരുപാട്. അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കേഴ്സ് എന്തുമാത്രം ആണ് ആ വയറും ഇതൊക്കെ വലിച്ചെടുത്തിരിക്കുന്നത് അവരത് പറയണം. ഇപ്പം ഞാൻ അതിലേക്ക് വരാൻ പറ്റേ. ഇപ്പം ഇത് അടിസ്ഥാനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ തന്നെ ജനങ്ങൾക്ക് അത് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊന്നുമില്ലാതെ അവർ പ്ലാസ്റ്റിക് അവിടെ ഇട്ടാൽ പിന്നെ നമ്മൾ ബോധവൽക്കരണം നടത്തണം. എന്നിട്ട് ഞാൻ കരവനയിൽ നിന്ന് നടന്നങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കടയിൽ നിന്ന് ഒരാൾ ഒരു പ്ലാസ്റ്റിക്കിൽ എന്തോ ചുരുട്ടിയിട്ട് ആ സ്ലാബിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് ഓടയിലിടുകയാണ്. ഓടയിൽ തള്ളിയിടുകയാണ്. ഞാൻ അവനോട് ചോദിച്ചത്, ഇത് എന്താണ് കാര്യം? കടയിലുള്ള മാലിന്യം ഒരു ശകലം ഞാൻ ഭക്ഷണം കഴിച്ച മാലിന്യമൊക്കെ കൂടെ ഒന്ന് കെട്ടി അതിനകത്ത് ഇട്ടതേ ഉള്ളൂ. ഇവിടെ വെള്ളം കെട്ടുമ്പോഴത്തേക്കും നിങ്ങൾ പലരും പറയില്ലേ, ഈ പ്ലാസ്റ്റിക്കുള്ള സാധനം ഇവിടെ കിടന്ന് അടഞ്ഞ് വെള്ളം പൊക്കുമ്പോഴത്തേക്കും നിങ്ങൾ രാഷ്ട്രീയക്കാരെയും
പിന്നെ കോർപ്പറേഷനേക്കല്ലേ നിങ്ങൾ ചീത്ത വിളിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ ഇത്? ഈ പ്രവൃത്തി കൂടെ അല്ലേ നിങ്ങൾക്ക് ഈ വെള്ളക്കെട്ടും പിന്നെ ബാക്കിയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്? നിങ്ങൾ ആദ്യം ഇത് പഠിക്കുക, എങ്ങനെയാണ് ഇതിന്റെ എറിയേണ്ട സ്ഥലത്ത് എറിയണം, എടുക്കേണ്ടവരൊന്ന് എടുത്തോണ്ട് പോകണം. ഇതൊക്കെ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. പിന്നെ ഇവിടുത്തെ ഈ ഏത് കാര്യമായിരുന്നാലും ശരി, ഞാൻ വേറെ സബ്ജക്റ്റുകൾ ഒരുപാട് എടുക്കാറുണ്ട്. ഏത് കാര്യങ്ങൾ എടുത്താലും ശരി, നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ സെൽഫ് ഡിസിപ്ലിനാണ്. ഒന്ന്. രണ്ട്, അവനിങ്ങനെ ലോഡയിൽ എറിയുന്ന എല്ലാവരും കണ്ടുകൊണ്ട് പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് വന്നത് തൊട്ട് പറഞ്ഞു, ഇവിടെ ഉള്ള ആളുകളാണ്, ഞാനിവിടെ ജീവിച്ചെങ്കിൽ ഞാനും പറയില്ല, ചിലപ്പോൾ ഞാനും അത് എടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതികരിക്കണം. ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് വരും തലമുറകൾക്ക് ഇത് കൈമാറുന്നത്. അവരും സ്കൂളുകളിലൊക്കെ ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടാകും, സ്കൂളിൽ തന്നെ ഉണ്ടോ ഇല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് പറയണം. നിങ്ങൾ സ്കൂളിൽ പേപ്പറൊക്കെ ഇടാനുള്ളതുണ്ടോ, സംവിധാനം ഉണ്ടോ? ആരെങ്കിലും കളക്ട് ചെയ്തുകൊണ്ട് പോകുമോ? നിറഞ്ഞ് കവിഞ്ഞ് ഒന്നും വിടില്ല, ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരണം ഇവിടെ. വേറെ കൂടുതലായിട്ടൊന്നും ഈ ഇതിനെപ്പറ്റി പറയാനില്ല. മലിനീകരണം, അതായത് നമുക്ക് ബേസിക് ആയിട്ടൊരു ഇതുണ്ട്. എപ്പോഴും നമ്മളൊരു കെട്ടിടം വയ്ക്കുമ്പോഴത്തേക്കും ബേസ്മെന്റ് സ്ട്രോങ് ആയിരുന്ന കെട്ടിടം നമുക്ക് പൊക്കാം, എത്ര വേണമെങ്കിലും പൊക്കാം. ബേസ്മെന്റ് സ്ട്രോങ് അല്ലെങ്കിൽ പൊക്കിയിട്ട് കാര്യമില്ല, അതേ ഉള്ളൂ ഇതിൽ. അതിനെ ശ്രദ്ധിക്കേണ്ടത് ഈ 3 ഘടകങ്ങളാണ്. പാർലമെന്റ് നിയമം ഉണ്ടാക്കുന്നു, അസംബ്ലി സ്റ്റേറ്റിൽ നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റികളോട് പറയുന്നു, മുനിസിപ്പാലിറ്റികൾ നടപ്പാക്കുന്നു. പക്ഷേ ഈ സംവിധാനം നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ച് നിങ്ങൾ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇതിനെ എറിയേണ്ട സ്ഥലത്ത് എറിയണം, എടുക്കേണ്ടവരൊന്ന് എടുത്തോണ്ട് പോകണം. ഇതൊക്കെ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. പിന്നെ ഇവിടുത്തെ ഈ ഏത് കാര്യമായിരുന്നാലും ശരി, ഞാൻ വേറെ സബ്ജക്റ്റുകൾ ഒരുപാട് എടുക്കാറുണ്ട്. ഏത് കാര്യങ്ങൾ എടുത്താലും ശരി, നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ സെൽഫ് ഡിസിപ്ലിനാണ്. ഒന്ന്. രണ്ട്, അവനിങ്ങനെ ലോഡയിൽ എറിയുന്ന എല്ലാവരും കണ്ടുകൊണ്ട് പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് വന്നത് തൊട്ട് പറഞ്ഞു, ഇവിടെ ഉള്ള ആളുകളാണ്, ഞാനിവിടെ ജീവിച്ചെങ്കിൽ ഞാനും പറയില്ല, ചിലപ്പോൾ ഞാനും അത് എടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതികരിക്കണം. ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് വരും തലമുറകൾക്ക് ഇത് കൈമാറുന്നത്. അവരും സ്കൂളുകളിലൊക്കെ ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടാകും, സ്കൂളിൽ തന്നെ ഉണ്ടോ ഇല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് പറയണം. നിങ്ങൾ സ്കൂളിൽ പേപ്പറൊക്കെ ഇടാനുള്ളതുണ്ടോ, സംവിധാനം ഉണ്ടോ? ആരെങ്കിലും കളക്ട് ചെയ്തുകൊണ്ട് പോകുമോ? നിറഞ്ഞ് കവിഞ്ഞ് ഒന്നും വിടില്ല, ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരണം ഇവിടെ. വേറെ കൂടുതലായിട്ടൊന്നും ഈ ഇതിനെപ്പറ്റി പറയാനില്ല. മലിനീകരണം, അതായത് നമുക്ക് ബേസിക് ആയിട്ടൊരു ഇതുണ്ട്. എപ്പോഴും നമ്മളൊരു കെട്ടിടം വയ്ക്കുമ്പോഴത്തേക്കും ബേസ്മെന്റ് സ്ട്രോങ് ആയിരുന്ന കെട്ടിടം നമുക്ക് പൊക്കാം, എത്ര വേണമെങ്കിലും പൊക്കാം. ബേസ്മെന്റ് സ്ട്രോങ് അല്ലെങ്കിൽ പൊക്കിയിട്ട് കാര്യമില്ല, അതേ ഉള്ളൂ ഇതിൽ. അതിനെ ശ്രദ്ധിക്കേണ്ടത് ഈ 3 ഘടകങ്ങളാണ്. പാർലമെന്റ് നിയമം ഉണ്ടാക്കുന്നു, അസംബ്ലി സ്റ്റേറ്റിൽ നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റികളോട് പറയുന്നു, മുനിസിപ്പാലിറ്റികൾ നടപ്പാക്കുന്നു. പക്ഷേ ഈ സംവിധാനം നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ച് നിങ്ങൾ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. 40,000 ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? അതൊരു ബേസിക് കാര്യമാണ്. പിന്നെ അവിടുത്തെ നമ്മളെ ഈ ഡിസിപ്ലിൻ്റെ കാര്യം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്കൂൾ സ്റ്റഡി കരിക്കുലം ഓൺ സ്റ്റുഡൻസ് ഹൗ ടു ബിഹേവ്, ഹൗ ടു ഇന്ററാക്ട് വിത്ത് ബേസിക് തിങ്സ് സ്റ്റഡി. ഉദാഹരണമായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു കലാപരിപാടി അടിപിടി ഗുസ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെ അങ്ങനെയല്ല. യൂറോപ്യൻ കൺട്രീസിൽ ദർ ആർ വെൽ ട്രെയിൻഡ് in the school curriculum on this. But they are transferring this culture to the next generation. Now when they become older, they follow what they have studied from school. അതൊരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസാണ്. ഏത് കോളേജിൽ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി അടി, കുത്ത്, വെട്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കലാപരിപാടി അത് നമ്മൾ ചെയ്യേണ്ട ഒരു മോഡിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ക്യാൻ ബി ഓൺലി ഫോർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. പൊളിറ്റീഷ്യൻസിന് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കിന് വേണ്ടി എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. അപ്പോൾ അത് ഒരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യനെ ഇപ്പം നമ്മളിവിടെ കാണാറുണ്ട്, അവർ രാത്രി സമ്മേളനത്തിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ആ സ്ഥാനം അവിടെ തന്നെ എടുക്കും. അല്ലെങ്കിൽ നമ്മളാണ് എടുത്ത് വരണം. അതിപ്പോൾ നമ്മൾ കുറേയൊക്കെ ആൾക്കാർ പറഞ്ഞാൽ അതിന് കൂടുതൽ ആൾക്കാർ നമ്മൾ എതിർക്കാൻ കുറേയൊക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇവിടുത്തെ പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയതിനു ശേഷം ഡെഫിനറ്റ്ലി ഒരു ഈ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊന്നും തന്നെ ഷവിയുടെ ഇൻട്രാക്ഷനിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് മന്ത്. അത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. എല്ലാ ഈ കംപ്ലീറ്റ് ഏരിയയിലും അതിൻ്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു.
പിന്നെ ഗോകുമാർ സാർ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ തുടക്കം ഒരു പുതുമയായിട്ട് തന്നെ പലർക്കും തോന്നുമെങ്കിലും ഒരു കോമൺ മാനിന് എന്തൊക്കെ അറിയാമോ അത് തന്നെ സാർ പറഞ്ഞു. ഇതിലൊന്നും ബോധവൽക്കരണമൊന്നും ആവശ്യമില്ല. ഇത് പഠിപ്പിക്കുക എന്നുള്ളതും ഇല്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്ത ഒരു സിറ്റിസനും ഈ അസോസിയേഷൻ ഭാഗത്തിൽ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ഒരു സിറ്റിസൺ ഓഡിറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ സ്വയം വിലയിരുത്തിയാൽ മതി. ഈ പറയുന്ന സഹായം ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും അവരോട് പ്രതികരിക്കാനും ഒരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിലൊക്കെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇതിന് സ്വീഡനും അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രീസും ഇതൊക്കെ തന്നെ നമുക്കൊരു പഠനം നടത്തി തരാനൊന്നും ഇനി ഒരു സ്ഥലത്ത് പോയി പഠിക്കാനൊന്നും ഒരു ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെടുത്തിയ ഈ റെസിഡൻസ് ഈ പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാ മാസങ്ങളിലും കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിലേക്ക് ആ കൾച്ചർ ഡെവലപ്പ് ചെയ്താൽ തന്നെ നമുക്കൊരു മാറ്റം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ബൺ റോഡല്ല റോകുമാർ സാർ പറഞ്ഞത്. ഈ കൾച്ചർ ടുവേർഡ്സ് ഈ സിറ്റിസണിൽ ഉണ്ടാവണം. ഒരു സിറ്റിസൺ ഓഡിറ്റ് എന്നുള്ള ഒരു സംവിധാനം ഗവൺമെന്റിനോട് പോകണം, പ്രതികരിക്കണം എന്നുള്ളതാണ് സാറിന്റെ മെസ്സേജ്. താങ്ക് യു. ഞാനിപ്പോൾ പറയാൻ വന്നത് എൻ്റെ ഒരു അനുഭവം. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഏതാണ്ട് 240 മെമ്പേഴ്സ് ഉള്ള ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അസോസിയേഷനിൽ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഒറ്റ ബിൽഡിങ്ങിൽ താമസിക്കുന്നു. അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഞങ്ങളൊരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. അത് ഞങ്ങൾ നോക്കിയപ്പോൾ ആ റോഡിലെല്ലാം വേസ്റ്റ് ഒരുപാട് ഉണ്ട്. അത് 2 കോർപ്പറേഷൻ എറണാകുളം കോർപ്പറേഷൻ പോകാതിരിക്കുന്നില്ല, ഇവിടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി പോകാതിരിക്കുന്നില്ല. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊരു 200 പേരോട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് സെൻട്രൽ മിനിസ്ട്രിയിൽ അപ്ലോഡ് ചെയ്തു. വിത്തിൻ 3 days ഈ മാലിന്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്നു. നടന്ന സംഭവമാണ്. ഒരാളിൻ്റെ കൂട്ടത്തിൽ ഹൈറ്റിലുള്ള മാലിന്യം ഈ 200 പേരുടെ ഫോട്ടോ സെൻട്രൽ മിനിസ്ട്രിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അവർ ഡയറക്ഷൻ കൊടുത്തെന്താ പറയുക? വി ആർ സ്റ്റോപ്പിംഗ് ദ റെയ്ഡ്. ദാറ്റ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു ദി കോർപ്പറേഷൻ. 3 ദിവസത്തിനകത്ത് ലോറികളിൽ വന്ന് കംപ്ലീറ്റ് മാലിന്യം എടുത്തോണ്ട് വരും. അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് വേ ഓഫ് റെസ്പോണ്ടിങ് അത് ചെയ്യണം. എങ്കിലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് ലോക്കൽ ഗവൺമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. വി ഹാവ് ടു റെസ്പോണ്ട്. എനിക്ക് ഒരു കാര്യം സാർ പറഞ്ഞത് വളരെ പ്രത്യേകമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് ഫോളോ ചെയ്തുള്ളതാണ്. ഇവിടെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളായി വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും അത് ഫോളോ ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ കാര്യം ഒരു കൊല്ലമാകുമ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ആക്റ്റീവാണ്. നിങ്ങൾ പലതിലും പങ്കെടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അസോസിയേഷന്റെ മെമ്പറായില്ല? ഒരു ക്വസ്റ്റ്യൻ. അതിന് ഞങ്ങൾ അദ്ദേഹം തിരിച്ചു ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മളെല്ലാവരും പഠിപ്പിച്ചത്. അതായത് ഞാൻ എന്തിനും നിങ്ങളുടെ അസോസിയേഷന്റെ മെമ്പറാവണം? അതിന് ഉത്തരം കിട്ടി. എന്തിനൊക്കെ മെമ്പറാവണം? ഈ ക്വസ്റ്റ്യൻ ഓരോരുത്തരും നമ്മുടെ നാളെ ചോദിക്കാൻ പോകാണ്. നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മെമ്പറാവണം. ഇത് ഗവൺമെന്റ് റോഡ് നിങ്ങളെ മെമ്പറാകാൻ പറയുന്നത് അതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ ചോദിച്ചാൽ അത് നമുക്ക് എന്താണ് റിപ്ലൈ? അത് റിപ്ലൈ എന്ന് പറയുന്നത് ഈ റോഡ് കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് നമ്മൾ ഇനിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നു. അതിനുള്ളതായ എക്സ്പെൻസസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നാളെ ഗവൺമെന്റാണ് പറയുന്നത് അസോസിയേഷനാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ ചില പ്രോഗ്രാംസ് ഇനി ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ നൽകിയ കളക്ഷൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പൈസ ഞങ്ങൾ അതിലേക്ക് വേണ്ടി ഉപയോഗിക്കും. ഉള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്ച്വലി അവരെല്ലാവരും കാര്യമാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കും നമ്മളൊക്കെ കോൺഫിഡൻസ് വരും. ഈ പോകുന്ന ഓരോരുത്തരും നമ്മുടെ അസോസിയേഷൻ വിശ്വാസം. അത് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഗോകുമാർ സാർ പറയാം, സാറേ ഈ കംപ്ലീറ്റ് റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഓരോ പോയിന്റ് സാറ് പറഞ്ഞതുപോലെ ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിക്കുക. പക്ഷേ ഗവൺമെന്റ് സ്ഥാപിക്കില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ സ്ഥാപിക്കുക. എന്നിട്ട് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുക. ഓരോരുത്തർ കാണുന്നിടത്തില്ല ഇവിടെ ഇടരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് അത് ഇവിടെ അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ആവും. നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ചെടികളെല്ലാം ഈ ചെടികളൊക്കെ നനയ്ക്കാൻ ആരാകും? അവർ ഗവൺമെന്റിൽ കൊടുക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കും, എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കും നമുക്ക് അറിയില്ല. നമ്മുടെ പ്രപ്പോസൽ വെക്കാൻ പോകുന്നത് എൻ്റെ ഞാൻ പ്രപ്പോസൽ ചെയ്യാൻ പോകുന്നത് സൊസൈറ്റി സാറിൻ്റെ വീട്ടിൽ അവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ അവിടെ നമ്മുടെ സൈഡിൽ കത്തിട്ട് നമ്മൾ അങ്ങനെ വിസിറ്റ് ചെയ്യാം. അങ്ങനെ സാറേ സമയം കിട്ടുമ്പോൾ കുറച്ച് വെള്ളം നിറച്ച് വെച്ചു സമയം കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ പരിസരം വൃത്തിയായിരിക്കുന്നത് ഭംഗിയായിരിക്കുന്നത് അങ്ങനെ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഓരോ ബിസിനസ് അസോസിയേഷൻ പ്രസിഡൻസിന് എടുത്ത് ഇവർ താല്പര്യമുള്ളവരെടുത്ത് സമയം കിട്ടുമ്പോൾ കൃത്യവാസമുണ്ട് സാറേ കുറച്ച് ബാക്കി നിങ്ങൾ അവിടെ ഹോസ്റ്റൽ കുറച്ച് അവർ നിറച്ച് വെച്ചു. നമ്മൾ ഈ വെള്ളം ചെടികളിലോട്ട് ഒഴിക്കാനുള്ള സംവിധാനം ബാക്കി ഒരു ചെറിയ മക്കോ അല്ലെങ്കിൽ കുപ്പിയോ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ നടക്കാൻ പറ്റുന്ന സാറേ നടക്കാൻ പറ്റും.
ബാക്കി വെള്ളം ചെയ്യാൻ കൊടുക്കും. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ നാളെ കാണിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക നല്ല കാര്യം നമ്മൾ കാണിച്ച് ചെയ്യുന്നതുകൊണ്ടിരിക്കും നിങ്ങളുടെ ഒരു കുപ്പി വെള്ളം എടുത്ത് നിങ്ങളാക്കി ചോദിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ളതായ ഈ ജലീൽ നയിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ അസോസിയേഷനുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇതിന്റെ ഫലം അനുഭവിക്കുന്നവരാണ് ഓട്ടോമാറ്റിക്കാരനാണ് അവരെല്ലാം നമ്മളെ കൂടെ വരും. അതുപോലെ സാർ പറഞ്ഞവരെ കൂടെ വേസ്റ്റ് നമ്മൾ കാണാൻ നമ്മുടെ അവിടെ കൊണ്ട് വെള്ളം അടിച്ചിട്ട് അവിടെ സാധനങ്ങൾ അപ്പോൾ പോകുന്ന തന്റെ നമ്മൾ ഓടി പിടിക്കണം. ഈ DMആയിട്ട് മനുഷ്യരുടെ വെളിക്കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി കാണുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന നടക്കുന്ന കാണുന്ന വ്യക്തിക്ക് തോന്നും നമ്മുടെ ഇവിടെ ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യുന്ന സാർ പറഞ്ഞ ആ ഒരു വെച്ച് താനേ ഡെവലപ്പാകും. അങ്ങനെ ഡെവലപ്പാകാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ഉണ്ടാകുന്നതായ ആ ഒരു കൾച്ചർ നാളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പ്രചരിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇത് ചെറിയൊരു തുടക്കമല്ല, ഇത് വലിയൊരു തുടക്കമാണ് സാറിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ എവിടെയും ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സാറിന് വളരെ നന്ദി. എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ അത് ചെയ്യാൻ സാറിന് വളരെ നന്ദി. അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും വളരെ ഒരു കാലത്ത് ഇന്നലെ വൈകുന്നേരം പറഞ്ഞ് കമ്പനി കാലത്ത് മയക്കുന്ന ആളുകൾ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കോർപ്പറേഷൻ്റെ നമ്മുടെ ഏറ്റവും വലിയ ഇതുവരെ ജയമാണെന്നെല്ലാം ഇതൊക്കെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി വെരി ബിഗ്. ഐ ആം ഷുവർ. Thank you.